ഹലോ ഹായ്. രാവിലെ കുഴക്കട്ട എന്നൊക്കെ പറയാം, പല ഷേപ്പായിപ്പോയി. അൽഹംദുലില്ലാ നേരത്തെ ഉണ്ടാക്കി വെച്ചാലും ചിലപ്പം ഒരു 12 മണിയാവും. പഠിച്ചവൻ്റെ സമയം അതാണ്, എനിക്ക് ഏകിയ സമയം ഇതാണ്. അൽഹംദുലില്ലാ പല സമയത്തും നമുക്ക് എത്താമെന്ന് പറയുന്ന സമയത്ത് എത്താൻ പറ്റില്ല. കാര്യം നമുക്ക് പഠിച്ചവൻ ഏകിയ ഒരു ടൈമുണ്ട്, അപ്പോഴേ നമുക്ക് എത്താൻ പറ്റും. അതാണ് അൽഹംദുലില്ലാ. അപ്പം ഇന്ന് രാവിലെ കുഴക്കട്ട പുഴുങ്ങിയത് തേങ്ങാപ്പാലായിരുന്നു കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നേരിയ പഞ്ചസാര ഇട്ടിട്ട് മക്കൾക്ക് കൊടുത്തു. ഞാൻ പാൽ അരിച്ച് ചക്കര കുറച്ച്, നിങ്ങൾക്ക് മധുരം നേരിയത് വേണമെങ്കിൽ ചേർക്കാം. മധുരം ഇടാതെ കുടിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഞാൻ മിക്ക ദിവസവും മധുരം ഇല്ലാതെയാണ് കുടിക്കുന്നത്. ഇന്നൊരു തുള്ളി ചക്കര ചേർത്തിട്ടുണ്ട് കേട്ടോ. ചക്കര അത് നമ്മളെ വയറ്റിനൊക്കെ നല്ലതല്ലേ. ഇത് നല്ല തേങ്ങാപ്പാൽ ഇങ്ങനെ ഒഴിച്ചിട്ട് കഴിക്കാം, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അട മോഡലായിപ്പോയി, ഷേപ്പൊന്നും ഇല്ല കേട്ടോ. ഷേപ്പില്ലെന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി ഉണ്ടാക്കി വെച്ചതാണ് കുറച്ച്. പിള്ളേർക്ക് പുതിയ കൊടുത്ത് ഞാൻ ഇത് കഴിക്കാമെന്ന് വിചാരിച്ച്. ആഹാര സാധനം കളയരുതല്ലോ. മാഷാ അല്ലാ. അപ്പോൾ ഒന്നുകൂടെ ആവി കയറ്റി ഞാൻ വെളിയിൽ തന്നെ വെച്ച്. പിന്നെ വൈകിട്ട് ഈ മാവില്ലേ, ഈ മാവ് നമ്മൾ അരിപ്പത്തിരിക്ക് കിണ്ടുന്ന പോലെ കിണ്ടിയിട്ട് അറിയാമല്ലോ. ബാക്കി വന്ന മാവുണ്ടെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം ഫ്രിഡ്ജിലെടുത്ത് വെക്കാം കേട്ടോ. അധികം കൂളിംഗ് ഇല്ലാത്ത സ്ഥലത്ത് വെക്കാം. അപ്പം എന്താ പറയുക, പിറ്റേ ദിവസം എടുക്കാം. അപ്പം ഇച്ചിരി ചൂടുവെള്ളത്തിൽ കുഴച്ചെടുത്താൽ ഒന്നുകൂടെ പഞ്ഞി പോലെ ഇരിക്കും. അരിപ്പൊടി ഒരിക്കലും മരം പോലെ ആവില്ല. മിക്കവരും പറയും ഫ്രിഡ്ജിൽ വെച്ചാൽ അരിപ്പൊടി മരം പോലെ ഇരിക്കുമെന്ന്. ഒരിക്കലും ഇല്ല. പിറ്റേ ദിവസം നമ്മൾ നേരത്തെ എടുത്ത് വെളിയിൽ വെക്കണം. ചൂടുവെള്ളത്തിൽ ഇങ്ങനെ ഒന്നും കൂടെ അയച്ചെടുത്താൽ നല്ല സോഫ്റ്റ് കിട്ടും. അരിപ്പത്തിരിക്കും വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അരിയുടെ സാധനം നല്ലതല്ലേ, കുഴക്കട്ട ഉണ്ടാക്കാം. പിന്നെ തേങ്ങ ഇട്ട് അരിപ്പത്തിരി പോലെ കൈ പരത്തിയിട്ട് ചൂടാം, എല്ലാം നല്ലതാണ്. അപ്പോൾ ടാറ്റ.